പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ബിനു മദനൻ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. ഒരു സുപ്രഭാതത്തില് നമ്മൾ പോകുന്ന വഴിയിലൂടെ വന്നു ചേരുന്ന ഒന്നല്ല വിജയം എന്ന് പറയുന്നത്. ആ വിജയം നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാകണം, കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പൊ ഈ സ്ഥിരോത്സാഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു വിജയം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധ്യമാകുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തില് ഈ കൺസിസ്റ്റൻസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം? നമ്മളെല്ലാവരും പദ്ധതികൾ പ്ലാൻ ചെയ്യാറുണ്ട്. 3-4 ദിവസം കഴിയുമ്പം അത് വീണ്ടും പറ്റും, പഴയ അവസ്ഥയിലേക്ക് പോകും. വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ വിജയം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അപ്പൊ ഞാനിന്ന് ഇതിൽ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഒരു 8 ടിപ്സാണ്. 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസിസ്റ്റൻസിയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ആദ്യ പടി എന്ന് പറയുന്നത്, നമ്മൾ എവിടാണ് എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തമായിട്ടുള്ള വിഷ്വലൈസ് ചെയ്ത ഒരു പിക്ചർ നമ്മൾ തയ്യാറാക്കി വെക്കണം. അത് എത്ര നാളിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് എത്തിച്ചേരണം. അത് ഉദാഹരണത്തിന് ഒരു കാറാന്നിരിക്കട്ടെ, ആ കാറിന്റെ വില എന്താണ്, ആ കാറിന്റെ ഏത് കമ്പനിയുടെ കാറാണ്, അത് ആ കാറിന്റെ മോഡൽ ഏത് മോഡൽ വേണം, അതിന്റെ നിറം എന്താണ്, അതിന്റെ ഉള്ളിൽ ഇന്റീരിയർ വർക്ക് എങ്ങനെ വേണം, അതിനുള്ളിൽ നമുക്ക് സ്റ്റീരിയോ എങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മള് അതിന്റെ എല്ലാം, അതിൽ അലോയ് വീൽ വേണോ, അപ്പൊ ആ കാറിനെ, നമുക്ക് വേണ്ട കാറിനെ പൂർണ്ണമായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വിഷ്വലൈസ് ചെയ്ത് അതിന്റെ പിക്ചറിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് അതിനുശേഷം അതിന്റെ ഒരു എത്രയാണോ അതിന്റെ ഒരു ഫിഗർ നമ്മളതിനെ കണക്കാക്കിയിട്ട് നമ്മളത് അങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്ത് അവിടെ സൃഷ്ടിക്കാൻ തയ്യാറാണ്. ആ ഗോള് സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് അത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം നമ്മളിലേക്ക് ജനിക്കത്തുള്ളൂ. 2, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതാർക്ക് വേണ്ടിയിട്ടാണ്, ഇതെന്തിനാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്, ആവശ്യകത എന്താണ്, ഇത് നമ്മളോട് തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യതയാർന്ന രീതിയിലുള്ള ഒരു സ്ഥിരോത്സാഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ നമ്മുടെ ലക്ഷ്യവും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള 2ാമത്തെ കാര്യവും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് അത് പറയുവാൻ കഴിയണം. മറ്റുള്ളവരെ നമ്മളത് അറിയിക്കണം. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്നും നാളെ ഇത് നമ്മൾ നേടിയെടുത്തില്ല എങ്കിൽ അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരൊക്കെ നമ്മൾ പറഞ്ഞുപോയ കാര്യം നമ്മൾ നടത്തിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച ഒരു അഭിമാനം നമ്മളിൽ ജനിക്കും. അപ്പൊ അതാണ് 3ാമതായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. 4ാമതായിട്ട് നമ്മൾ ഇതെങ്ങനെ നേടിയെടുക്കണം. കാരണം ഇത് നേടിയെടുക്കേണ്ടത് ചിലപ്പം 5-6 വർഷം കൊണ്ടായിരിക്കും നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഗോളിനെ നമ്മൾ മൈക്രോ പ്ലാനുകളായിട്ട് നമ്മൾ തരംതിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദിവസവും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊച്ചു ചെറിയ മൈക്രോ പ്ലാനുകൾ ആഴ്ചയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കൊച്ചു കാര്യങ്ങളായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഭാഗിച്ച് ചെറുതാക്കി കൊണ്ടുവരണം. അപ്പം 4ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. 5ാമതായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഗോളിലേക്ക് എത്തിച്ചേരുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോ, അത് ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മളൊരു ബുക്കിലേക്ക് പകർത്തി വെക്കുവാൻ തയ്യാറാകണം. അതിനെ നമ്മൾ നിരീക്ഷിക്കാൻ തയ്യാറാണ്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതിനെ നിരീക്ഷിക്കുവാൻ തയ്യാറാകണം. ഇതാണ് നമ്മൾ 5ാമതായിട്ട് ചെയ്യേണ്ടത്. 6ാമതായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ, നമ്മളെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് റെഡിയാണോ എന്നറിയാനായിട്ട് മറ്റുള്ളവരെ നമ്മൾ ഏർപ്പെടുത്തണം. എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി, അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് നിർമ്മാല്യം തൊടാനാണ് പോകുന്നത്. അപ്പൊ എന്റെ കൂടെ 3-4 പേര് കൂടി ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് 4:30 പോകാൻ മടി പിടിച്ചു, മഴയാണ്, മഞ്ഞാണ് എന്നൊക്കെ ഇരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യും, കൂടെയുള്ള മറ്റുള്ളവര് അവിടെ വന്നിട്ട് എന്നെ വിളിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് പോകാൻ തയ്യാറാവും.
നാളെ ഒരുപക്ഷെ അവരങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ വരാൻ തയ്യാറാവും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ മോണിറ്റർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സഹായം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. ആറാമതായിട്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ആരാണ് പറഞ്ഞത്? നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തണമെന്ന്. ഏഴാമത്തെ കാര്യം, നമ്മൾ സ്വമേധയാ നമ്മളെ അംഗീകരിക്കണം. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തു, അപ്പൊ ഭംഗിയായിട്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്കൊരു അഭിനന്ദനം കൊടുക്കുവാൻ എനിക്ക് സാധ്യമാകണം. നമ്മൾ നമ്മളെ അഭിനന്ദിക്കണം. മറ്റാരും അഭിനന്ദിച്ചാലും നമ്മളെ അഭിനന്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം എത്തിച്ചേരില്ല. അപ്പൊ നമ്മൾ നമ്മളെ അഭിനന്ദിക്കുവാൻ തയ്യാറാകണം. എട്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഹിത 100% സക്സസ് ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ കൊടുക്കരുത്. അവിടെ നമുക്ക് പാളിപ്പോവാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും നമ്മളിലേക്ക് ഇത് അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ 8 കാര്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിഷ്പ്രയാസം സാധ്യമാകും.